അപ്പം പണ്ട് കാലത്ത് തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തെ താങ്ങി നിർത്തിയിരുന്നത് കാട്ടാക്കട, വിളപ്പിൽശാല ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. അവിടെ നിന്ന് 2008 മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് മലയൻകീഴ്, പള്ളിച്ചൽ പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി 2011 നിലവിൽ വന്ന നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട. ABC മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കാട്ടാക്കടയിലാണ്. വിശദമായ കണക്കുകളും വസ്തുതകളും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിരത്തും. 2016 2021 നിയമസഭാ കണക്കുകളിൽ വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് ശതമാനവും 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലവും, ഒപ്പം ഏറ്റവും ഒടുവിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ ലഭിച്ച വോട്ട് വിഹിതങ്ങളും ഞങ്ങൾ വിശദമായി തന്നെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് പ്രവചിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ചെന്ന് എത്രയും വേഗം ഏത് മുന്നണിക്കാണ് ഈ തിരഞ്ഞെടുപ്പിൽ 2026 വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. സർ, കാട്ടാക്കട എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യ ചിത്രം, പ്രമുഖ വ്യക്തികൾ ഒന്ന് വിശദമാക്കാം. ഈ കാട്ടാക്കട എന്ന് കേൾക്കുമ്പോൾ പണ്ട് കേട്ടിട്ടുണ്ട്, അന്ന് വെറും കുഗ്രാമമായിരുന്നു. പക്ഷേ ഇന്നതൊന്നും അല്ല കേട്ടോ. ഇന്നതൊക്കെ മാറിപ്പോയിട്ട് തിരുവനന്തപുരത്തിൻ്റെ വടക്ക് കിഴക്ക് മാറി 18 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പട്ടണം തന്നെയാണ്. മലയോര മേഖലയാണെങ്കിൽ പോലും ഇന്ന് കാട്ടാക്കടയിൽ നിന്ന് ഏതാണ്ട് മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ ദീർഘദൂര ബസ് സർവീസ് ഉണ്ട്. എറണാകുളത്തേക്ക്, മൂഴിയാറിലേക്ക് ഇങ്ങനെ പോവുകയാണ് എല്ലാ വഴിക്കും. ഈ കാട്ടാക്കട എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം ഈ കാട്ടാക്കട ദിവാകരനെയാണ്. ഇന്നത്തെ പോലെ ഈ സഞ്ചാരം എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഒരുപാട് ചാനലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പുസ്തകത്തിലൂടെ നമുക്ക് കേരളത്തിലെ ഗ്രാമങ്ങളെ പരിചയപ്പെടുത്തുന്ന കാട്ടാക്കട ദിവാകരൻ, കേരളീയ ഗ്രാമങ്ങളിലൂടെ എന്ന് പറയുന്ന പുസ്തകം. പിന്നെ സമീപ പ്രദേശത്തുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കോട്ടൂര് ആന വളർത്തൽ കേന്ദ്രമാണ്, അമ്പൂരി, കള്ളിക്കാട്, പിന്നെ നെയ്യാർകാട്. വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഈ കാട്ടാക്കട പ്രദേശം. പ്രമുഖ വ്യക്തികൾ എന്ന് പറയുന്നത് പൂവച്ചൽ ഖാദർ, മലയാളത്തിലെ ഒന്നാം തരം ഗാനരചയിതാവാണ്, സമീപത്താണ്. പൊന്നറ ശ്രീധർ, ശാന്തിനികേതനം കൃഷ്ണൻ നായർ, ഇവരൊക്കെ കാട്ടാക്കടക്കാർ തന്നെയാണ്. അപ്പം പണ്ട് കാലത്ത് തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തെ താങ്ങി നിർത്തിയിരുന്നത് കാട്ടാക്കട, വിളപ്പിൽശാല ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. അവിടെ നിന്ന് ഈ സ്ത്രീകളൊക്കെ തലച്ചുമടായിട്ട് പച്ചക്കറിയും ഒക്കെ ആയിട്ടുള്ള ഒരു വരവുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സമർത്ഥമാണ് കാഴ്ചകളൊന്നാണ്. അതെ. അപ്പോൾ സാർ, നമുക്ക് 2011 മുതലാണ് ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അവിടെ ആ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ആദ്യ വിജയി, തുടർന്നുള്ള വിജയികളൊക്കെ ഒന്ന് വിശദമായി ഒന്ന് അവഗ്രഹം ചെയ്താൽ. ഇതിൽ 2011 നേരത്തെ പറഞ്ഞ പോലെ ഈ മണ്ഡലം രൂപീകൃതമാകുന്നത്, പുനഃക്രമീകരിച്ച്. അപ്പം അതിനുശേഷം ശക്തൻ നാടാരാണ് ആദ്യമായിട്ട് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് അവിടെ ജയം നടത്തിയത്. അത് 2011 അദ്ദേഹത്തിന് 52,366 വോട്ടും തൊട്ടടുത്ത എതിരാളിയായ ME ജയദാലിക്ക് 39,452 വോട്ടും ആണ് ലഭിച്ചത്. അങ്ങനെ അദ്ദേഹം 10,000-ന് പുറത്ത് വോട്ടുകൾ നേടി അവിടെ വിജയിക്കുകയാണ് ഉണ്ടായത് ആദ്യ തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് മുതലാണ് ശരിയായ ഒരു മത്സരം അവിടെ തുടങ്ങിയത്. അതിൽ IB വിൻസെന്റ് IB സതീഷ് വന്നതോടുകൂടി അത് 2016 ആ മത്സരം വളരെ കടുത്ത മത്സരം. IB സതീഷിന് വലിയ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ഇല്ല, വളരെ കുറവാണ്. 849 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. എന്നാൽ അതിനുശേഷം 2021 IB സതീഷ് തന്റെ മണ്ഡലത്തിലുള്ള പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ നേടുകയും അവിടെ 23,231 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുകയും ചെയ്തു. നല്ല ഭൂരിപക്ഷമാണ്. അങ്ങനെ കാട്ടാക്കട എന്ന കാട്ടാൽക്കടയിൽ അദ്ദേഹം ആ ഒരു ആൽവൃക്ഷം പോലെ തന്നെ, കാട്ടാൽ എന്നാണ് പറയുന്നത്, കാട്ടാൽ എന്നതിനാണ് കാട്ടാൽക്കടയായി മാറിയത്. അപ്പൊ ആൽവൃക്ഷം പോലെ അങ്ങനെ ഒരു ഉറപ്പിച്ച ഒരു കേന്ദ്രമായി അദ്ദേഹം അതിനെ, വേരുറപ്പിച്ച ഒരു കേന്ദ്രമായി അദ്ദേഹം അതിനെ നിലനിർത്തി എന്നുള്ളതാണ് ഇതുവരെയുള്ള രീതി കാണുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രത്യേകത, അദ്ദേഹം ആ ഗ്രാമീണ അന്തരീക്ഷത്തിന് ഉതകുന്ന വിധത്തിൽ അവിടുത്തെ ജലസേചന പദ്ധതികളെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ എല്ലാം അദ്ദേഹം സംരക്ഷിക്കുന്നതിന് തൻ്റെ MLA എന്നുള്ള പ്രവർത്തനവും അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പ്രവർത്തനം നടത്തുകയുണ്ടായി.
അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള 12ഓളം പഞ്ചായത്തുകളിലും വില്ലേജുകളിൽ 13 വില്ലേജുകളുണ്ട്. ആ വില്ലേജിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഭംഗിയായി എത്തിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ജനകീയനായി നിൽക്കുകയാണ്. പക്ഷേ ഈ സന്ദർഭം അല്ല ഇപ്പോൾ ഇനി വരാനുള്ളത്. അപ്പോൾ കാരണം നമ്മൾ നോക്കുമ്പോൾ പഴയ രീതികൾ മാത്രമല്ലല്ലോ ഇപ്പോൾ നോക്കേണ്ടത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി പിക്ചർ കുറേ മാറിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ജഡ്ജ് ചെയ്യണം. ഇതിൽ സാർ 2016 എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പോൾഡ് വോട്ട്സിൻ്റെ പെർസെൻറ്റേജ് 76.6 അതായത് 1,43,000 പരം വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടു. 2021 വരുമ്പോൾ അത് 74% കുറഞ്ഞു, പോളിംഗ് ശതമാനം കുറഞ്ഞു. 1,45,000 വോട്ടുകൾ പക്ഷേ അവിടെ വോട്ടുകൾ വർദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് സംഭവിച്ചത്. ഇനി അത് 2 തവണയും 16-ലും 21-ലും വിജയിച്ചു വരുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന പിന്നെ യൂണിവേഴ്സിറ്റി തലങ്ങളിലൂടെ കടന്ന് വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയ വഴികളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്. അതിൻ്റെ ഒരു പിന്നെ ആദ്യ തവണ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇച്ചിരി കുറവായിരുന്നെങ്കിൽ കൂടിയും അതിന് തൻ്റെ പരിചയങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് ആൾക്കാരുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ആദ്യത്തെ 849 വോട്ടിന് അദ്ദേഹത്തിന് 23,221 അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ച് എടുക്കാൻ സാധിച്ചത്. അന്ന് പിന്നെ 35.93% 2016 പോളിംഗ് പിന്നെ അദ്ദേഹത്തിന് അത്രയും ശതമാനം വോട്ട് ലഭിച്ചു എങ്കിൽ അത് 45.49 അദ്ദേഹത്തിന് അടുത്ത 21 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതായത് 51,614 നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് 66,293. ഞാൻ സാറിനോടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ആദ്യം ശക്തനായിരുന്നു ശക്തി കാട്ടിയത്. പക്ഷേ നാടാർ വിഭാഗ വോട്ടുകൾ നല്ല അത് നമുക്ക് കടന്നു വരാം, അത്ര വോട്ടുകളിലേക്ക് വരാം. പക്ഷേ ഈ ശക്തൻ എന്ന് പറയുന്നത് പിന്നെ കോൺഗ്രസിൽ ഒട്ടും മോശമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം 800 വളരെ കേവലമായ വോട്ടുകൾക്കാണ് അയാൾക്ക് ആദ്യത്തെ തവണ നഷ്ടപ്പെട്ടത്. പക്ഷേ തൊട്ട് താഴെ PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ വന്ന് താമസിക്കുകയും സാറിന് പരിചയം ഉണ്ടാവും. അപ്പോൾ കൃഷ്ണദാസ് പിന്നെ 38,700 വോട്ടുകളാണ് അന്ന് പിടിക്കുന്നത്. ഈ കണക്കുകൾ സാധ്യത. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഓർക്കേണ്ടത്, ഈ കൃഷ്ണദാസ് ആദ്യ തവണ 38,700 വോട്ട് പിടിക്കുന്നു. സർവശക്തനായ ശക്തൻ നാടാർ 2ാം സ്ഥാനത്തേക്ക് വരുന്നു. IB സതീഷ് 2001 വീണ്ടും വിജയിച്ച് കയറുന്നു. അവിടെ രണ്ടാമത് ശക്തൻ അല്ല, മലയൻകീഴ് വേണുഗോപാൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായി വരുന്നത്. അവിടെ 43,000 പേർ വോട്ടുകൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ. വീണ്ടും കൃഷ്ണദാസ് വരുന്നു. 38,000 വോട്ടെന്ന് പറയുന്നത് 36,642 വോട്ട്, ചെറിയ വ്യത്യാസം കുറവാണ് അവിടെ സംഭവിച്ചത്. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ സമയം അല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് തിരുവനന്തപുരത്ത് ഒരു ചെറിയ മുൻതൂക്കം പല മണ്ഡലങ്ങളിലും വന്നിട്ടുണ്ട് എന്ന് നമുക്കാണ്. കാട്ടാക്കട മൂന്നാമതല്ലേ BJP നിൽക്കുന്നത്? അല്ല, കാട്ടാക്കട അത്ര ഒരു മണ്ഡലമല്ല എങ്കിലും കാട്ടാക്കടയിലും ആ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. അത് രാജീവ് ചന്ദ്രശേഖർ അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റായി വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളിലും BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് മാറിയിട്ടുണ്ട്, വോട്ടിൻ്റെ എണ്ണവും മാറിയിട്ടുണ്ട്. കാട്ടാക്കടത്തെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കൃഷ്ണദാസിന് 2016 38,700 വോട്ടാണ് കിട്ടിയത്. 2021 അത് കുറച്ചുകൂടെ കുറയുകയാണ്. ഇത് 34,642 വോട്ടായിട്ട് കുറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയിരിക്കുന്നത് 45,347 വോട്ടാണ്. അപ്പോൾ അവിടെ UDFന് കിട്ടിയിരിക്കുന്നത് 47,660. അപ്പോഴും UDF ആണ് അവിടെ നിൽക്കുന്നത്. അല്ലല്ല, LDF ആണ്. 55,640. അപ്പോൾ എന്നിട്ടും BJPക്ക് ഒരു പ്രതീക്ഷയുണ്ടല്ലോ. BJPക്ക് 45,000 ചിലവന് വോട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 10,000 വോട്ടിന്റെ ഡിഫറൻസ് BJPയും LDFും തമ്മിലുണ്ട്. അതേസമയം UDFും BJPയും തമ്മിൽ 2,000 ഇത് കവർ ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് നാടാർ വിഭാഗം ധാരാളം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് കാട്ടാക്കട. അവിടെ വരുമ്പോൾ എങ്ങനെ BJP? അതാണ് അവിടെ ഇത്തവണ വീണ്ടും ശക്തൻ നാടാർ മത്സരിക്കുകയാണെങ്കിൽ സംഭവം വളരെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും. IB സതീഷും മത്സരിക്കും. IB സതീഷിന് വളരെ ജനപിന്തുണയുണ്ട്. ഇപ്പോൾ ആ മണ്ഡലത്തിൽ വലിയ മുൻതൂക്കം ഉള്ളയാളുമാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണദാസും കൂടെ മൂന്നാം ഊഴത്തിന് ഇവിടെ വീണ്ടും വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കടുത്ത മത്സരത്തിനുള്ള സാധ്യത
ഉണ്ട് എന്നുള്ളതാണ് ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലം വരുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് വരുന്നത്. ആറ്റിങ്ങൽ, നമുക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു പോകാം പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി. ഈ മണ്ഡലത്തിൽ നിന്ന്, ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വളരെ പ്രശസ്തരായ ആൾക്കാർ പിന്നെ വിജയിച്ച് കയറിയിട്ടുണ്ട് ലോക്സഭയിൽ. നമ്മുടെ കെ അനുരുദ്ധൻ, വയലാർ രവി, തലൈക്കുന്നിൽ ബഷീർ, സുശീല ഗോപാലൻ, വർക്കല രാധാകൃഷ്ണൻ. വളരെ ആദ്യം ചിറയും കീഴായിരുന്നു. അതെ, മണ്ഡലത്തിന്റെ പേര് ചിറയങ്കിഴായിരുന്നു. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അന്ന് തിരുവനന്തപുരത്ത് ഈ CPI മത്സരിക്കുന്ന പാർലമെന്റ് മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ CPM-കാരെല്ലാം ചിറയും കീഴുവോ അണ്ണനെ ജയിപ്പിക്കണം അങ്ങനെ പോകുന്നത് അതുകൊണ്ടായിരുന്നു. പേരുദോഷമായിരുന്നു. ഇവിടെ നല്ല അങ്ങ് പോകും. പിന്നെ ഏറ്റവും ഒടുവിലാണ് നമ്മുടെ പിന്നെ അടൂർ പ്രകാശ് 2019-ലും 2024-ലും പിന്നെ ലോക്സഭയിലേക്ക് വിജയിച്ച് കയറുന്നത്. അങ്ങനെ ലോക്സഭ 19-ലും 24-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിൽ ലഭിച്ച വിവിധ മുന്നണികൾക്ക് ലഭിച്ച അതുപോലെ നെടുമങ്ങാടും അവർക്ക് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയാൽ വളരെ കൃത്യമാണ് അതിനകത്ത് കാര്യം വരും. UDF-ന് സാർ പിന്നെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് UDF-ന് 36.6, LDF-ന് 32.8. അതായത് 51,962 വോട്ട് UDF-ന് ലഭിക്കുന്നു, 45,822 വോട്ട് LDF-ന് ലഭിക്കുന്നു, 28.6 പിന്നെ NDA-ക്ക് കിട്ടുന്നു. 2019-ൽ 40,692. അതിൽ രസം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDF-ന് അന്ന് ലഭിച്ചിരുന്ന 36.6 എന്നുള്ളത് 31.8 കുറഞ്ഞു, 43,055 വോട്ടുകൾ. LDF-ന് 30.9 കുറയുന്നു. അവർക്ക് 32-ൽ നിന്ന് 30.9 കുറയുന്നു. അതേസമയം 28.6 എന്ന ഭാഗത്ത് നിന്ന് NDA 35.4 പിന്നെ കയറുകയാണ് ചെയ്യുന്നത്. 47,834 വോട്ടുകളാണ് ലഭിച്ചത്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കാട്ടാക്കടയിൽ നിന്ന് മാറി ആ ഭാഗത്തേക്ക് കൂടി പോകേണ്ടി വരും, പല ഭാഗങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അത് കൃത്യമായ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇതേ രീതിയിൽ പാറ്റേൺ മാറിയിട്ടുണ്ട്. അതായത് വെറും 34,642 വോട്ടാണ് 21-ൽ കൃഷ്ണദാസിന് കിട്ടിയെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 45,372 വോട്ടായി മാറി. അപ്പോൾ അവിടെ 10,000-ത്തിലധികം വോട്ടുകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും LDF-നേക്കാൾ 10,000 ചില്ലുവാൻ വോട്ടിന്റെ പിന്നിലാണ് ഇപ്പോൾ BJP അവിടെ നിലകൊള്ളുന്നത്. ഈ IB സതീഷാണ് 2,000 വോട്ടിന്റെ IB സതീഷാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും ഈ അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. തിരുവനന്തപുരമാണിത്. തിരുവനന്തപുരത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭരണം മുഴുവൻ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ തിരുവനന്തപുരവും ആണ്, കൊല്ലം ജില്ലയുമാണ് എപ്പോഴും സംസ്ഥാനത്തെ കൊണ്ടുവരുന്നത്, അധികാരത്തിൽ കൊണ്ടുവരുന്നത് ആരാണ് വരേണ്ടതെന്ന് തീർച്ചപ്പെടുത്തുന്നത്. അപ്പൊ IB സതീഷിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതും, IB സതീഷ് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം IB സതീഷിൽ തട്ടി ഛിന്നഭിന്നമായി പോകുമെന്നാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ തന്നെ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്ര മികച്ചതായിരുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ഭരണവിരുദ്ധ വികാരം തിരുവനന്തപുരത്ത് രണ്ടായി പിളർന്നു പോകുന്നു, ഏതാണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് പിളർന്നു പോകുന്നു എന്നുള്ളതാണ്. BJP-യിലേക്കും UDF-ലേക്കും പോകുന്നു. അപ്പൊ അതുകൊണ്ടാണ് CPM-ന് ഏതാണ്ട് എല്ലാ സീറ്റുകളും പിടിക്കാവുന്ന ഒരു സന്ദർഭം പോലെ പലപ്പോഴും വരുന്നത്. ഈവൻ തിരുവനന്തപുരം പാർലമെന്റ് നഗരസഭയിൽ പോലും ഇലക്ഷനിൽ അവർക്ക് 30ഓളം സീറ്റുകൾ പിടിക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണെന്ന് പരക്കെ അഭിപ്രായം. ഈ സാമുദായിക വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹൈന്ദവ വോട്ടുകളും പിന്നെ അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും ഉണ്ട്. അതെ, അതില് പിന്നെ ഈ നാടാർ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ നാടാർ ക്രിസ്ത്യൻ നാടാരും ഉണ്ട്, അതുകൊണ്ട് ഹിന്ദു നാടാരും. അതെ, പക്ഷേ ഈ ശക്തൻ നാടാരെ പോലുള്ളവരൊക്കെ മുഴുവൻ വോട്ടും അവർക്ക് കൊണ്ടുപോകാൻ കഴിയാറുണ്ട്. ശക്തന്റെ ഒരു ശക്തി. അതെ, ചിലയിടത്ത് പണ്ട് നീലലോഹിതദാസൻ നാടാര് തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോഴേ കാഞ്ഞിരംകുളം ഭാഗത്ത് നീലലോഹിതദാസൻ നാടാരെ വിജയിപ്പിക്കുക, തിരുവനന്തപുരത്ത് വരുമ്പോൾ നീലലോഹിതദാസിനെ വിജയിപ്പിക്കുക. ഈ തന്ത്രമൊക്കെ അവർ ഉപയോഗിക്കും. അതായത് പണ്ട് കരുണാകരൻ പറയും, തിരുവനന്തപുരത്ത് വിജയിക്കണമെങ്കിൽ നാടാരെയും നായരെയും ഒരുപോലെ പിടിക്കണം. എന്തായാലും വളരെ പിന്നെ ഈ രാഷ്ട്രീയമായി നല്ല സാമർഥ്യത്തോടെയാണ് പിന്നെ കരുക്കൾ നീക്കുന്നത് IB സതീഷ്. അദ്ദേഹത്തിന് പകരക്കാരൻ വരുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ എങ്കിൽ സാർ പല പേരുകളും കേൾക്കുന്നുണ്ട്.
ഈക്വലി ഇമ്പോർട്ടൻ്റ് പിന്നെ കോമ്പറ്റൻ്റ് ആയ ചില പേരുകളാണ് വരുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും അതിനെ മറികടക്കാൻ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങളുമായിട്ടുള്ള ആ അടുപ്പം അത് ഒരു പക്ഷേ ഐ വി സതീശന് തുണയായി മാറിയേക്കാം. ഇനി അവിടെ കാണേണ്ടതെന്ന് പറയുന്നത് ശക്തമായ ഒരു ത്രികോണ മത്സരം കേരളത്തിൽ ഒരുങ്ങുന്നതിൻ്റെ അതിൽ ഒന്ന് പിന്നെ ഒരു പക്ഷേ അല്ല കാട്ടാക്കട തന്നെയായിരിക്കും. വളരെ വീറോടും വാശിയോടുള്ള പോരാട്ടമായിരിക്കാം 2026 കാട്ടാക്കട നമുക്കായി കാത്ത് വച്ചിരിക്കുന്നത്. പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി നിങ്ങളുടെ ഊഴമാണ്. ഞങ്ങൾ പ്രവചനത്തിനില്ല. നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നിരത്തിയ വസ്തുതകളും കണക്കുകളും വെച്ച് എത്രയും വേഗം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിലെത്തി അവിടെ നിങ്ങൾക്ക് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് പ്രവചിക്കാനുള്ള അവസരമുണ്ട്. എത്രയും വേഗമാകട്ടെ. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.